ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ വിശേഷം എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. മക്കളൊക്കെ ഉറങ്ങി. അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും പകലെടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്ന് എല്ലാവർക്കും നോമ്പൊക്കെ ആയിക്കല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് രാത്രി കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണണം. പിന്നെ അതേപോലെ തന്നെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബട്ടൺ ഒന്ന് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോമ്പൊക്കെ എല്ലാവരും തുറന്ന് ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ഞാനിങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്നായിരിക്കില്ല വിചാരിക്കുന്നത്. താഴത്താണ് സംഭവം ഇരിക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ ഇപ്പം രാത്രിയായി പെട്ടതാട്ടോ. പക്ഷേ ഇത് ഇടുമ്പം തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിങ്ങാനും ഈ വെള്ളത്തിൽ കുത്തി തിന്നുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. അപ്പോൾ എന്താ തോണ്ടാൻ കിട്ടുക എന്ന് തിരഞ്ഞെടുക്കുക. ഇന്ന് പറഞ്ഞാൽ എടുക്കണമല്ലോ, കൈയിട്ടാൽ ചീത്തയായി പോകില്ലേ. അപ്പം എങ്ങനെയാണ് എല്ലാവരും നോമ്പൊക്കെ തിന്ന് ക്ഷീണമൊക്കെ ആയിട്ട് കുത്തിരിക്കില്ലേ. അപ്പോൾ ഏതായാലും നോമ്പിൻ്റെ ഇതൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമല്ലോ എന്ന് വിചാരിച്ച് വന്നാ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ടാരും അയ്യേന്നൊന്നും പറയരുത്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കുറഞ്ഞ് അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ ഏതായാലും നോമ്പൊക്കെ അല്ലേ. അപ്പോൾ പ്രവാസികളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പം പ്രവാസികളെ ഒരു ഇതാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നോമ്പായി കഴിഞ്ഞാൽ പ്രവാസികൾക്ക് റെസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ലേ. പക്ഷേ നോമ്പിനും നമുക്ക് ഭയങ്കര എന്താ പറയുക, നോമ്പെടുക്കണം. പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ ഖദ്ദാമയാണെങ്കിൽ വീട്ടിലെ പണി ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്താ പറയുക, നോമ്പിനൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നോമ്പിനൊക്കെ ചിലപ്പോൾ നോമ്പ് തുറന്നിട്ട് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാൻ നേരം ഉണ്ടാവില്ല. കാരണം അപ്പോഴേക്കും അവർക്ക് വീട്ടിലുള്ളവരായിട്ട് പുറത്ത് പോകേണ്ട സാഹചര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഒരു പ്രവാസിയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രൈവറായിട്ടും ഡ്രൈവറായിട്ടുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നത്. നമുക്ക് വെറുതൊക്കെ അല്ലേ അറിയുള്ളൂ. പിന്നെ അതേപോലെ ഖദ്ദാമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരും. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ നിന്ന് വീട്ടിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, 2 നോമ്പിന് ഞാൻ സൗദി അറേബ്യയിലുണ്ട്, 2 നോമ്പിന്. അപ്പോൾ ലാസ്റ്റ് നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ അതിന് മുമ്പ് നോമ്പിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോമ്പ് തുറന്നു കഴിഞ്ഞ് നോമ്പ് നോൽക്കുന്ന ടൈമില്ലേ, ആ ടൈം വരെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അവിടുത്തെ ഒരു പ്രത്യേകത അതാണ്. അതായത് നമ്മളിപ്പോൾ മഗ്‌രിബിന് നോമ്പ് തുറന്നാൽ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന മാതിരി വലിയ ഫുഡും കാര്യങ്ങളൊന്നും അവിടെ അല്ല കേട്ടോ. ഞാൻ നിന്ന വീട്ടിലില്ല. കാരണം ഇപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ വെച്ചാൽ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർ പറയൂ ഞങ്ങൾ നിന്നിടത്ത് അങ്ങനെയല്ല, അവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നിന്ന വീട്ടിൽ എന്താ വെച്ചാൽ കാരൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ അവരെ ചായ ഉണ്ടാവും, അതുപോലെ അവരെ കാവി ഉണ്ടാവും. അവർക്ക് അതാണല്ലോ മെയിൻ. പിന്നെ ഈ കാരക്കക്ക് അവർ കുത്തി കഴിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ പേരിനോട് മറന്നു കുറച്ചായല്ലോ. കാരണം നമുക്ക് ആ പേരൊന്നും അധികം നിൽക്കില്ല, പെട്ടെന്ന് മൈൻഡിൽ നിന്ന് മറന്നു. അപ്പോൾ അതുണ്ടാവും. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു സാധനമാണ് സമൂസ. അവിടെ തന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മടക്കി ഫ്രിഡ്ജിൽ വെക്കുക. ചിലപ്പോൾ നോമ്പ് തീരുന്നവരെയുള്ള സമൂസ അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മളാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കുക ചെയ്യുക. അതേപോലെ ഒരു റോളുണ്ട്, അതും അതേപോലെ മസാല വരട്ടിങ്ങാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കും. ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കും. അപ്പോൾ ഞാൻ നിന്ന വീട്ടിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സാധനം തോണി ഉണ്ടാവുക. പിന്നെയെന്ന് വെച്ചാൽ അവർ നോമ്പ് തുറക്കുമ്പം വെള്ളം ഉണ്ടാവും, അതായത് ജ്യൂസ്, 2 ഐറ്റം ജ്യൂസ് ഉണ്ടാവും. അത് വത്തക്ക, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും ഞാൻ കണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ടാവും, നിരത്തി ഇങ്ങനെ വെക്കും. നമ്മൾ നോമ്പ് തുറന്ന പാടന്നെ അതൊക്കെ എല്ലാം കൂടി വാരി വലിച്ച് കഴിച്ചിട്ട്
നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം വരും. കാരണം നമ്മളിതെല്ലാം കഴിക്കും. തരി ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, പത്തിരിയും കറി ഉണ്ടാവും, പോരാത്തൊരു പൂളക്കറി ഉണ്ടാവും. ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കുന്ന വെള്ളയിലേക്ക് ഇതെല്ലാം കൂടി എത്തുമ്പോൾ നമുക്ക് എവിടെ പായിട്ട് കിടന്നാൽ മതി എന്നുള്ളൊരു സത്യാവസ്ഥ അതല്ലേ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവൽ. പക്ഷേങ്കിൽ ഞാൻ അവിടെ ചെന്നേരം എനിക്ക് ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ വയറ് നിറച്ച് ഭക്ഷണം നോമ്പ് തുറന്ന് കഴിക്കൂല. അതായത് ജസ്റ്റ് ചെറിയൊരു ജ്യൂസ്, ഈ പൊരിച്ച ഒന്നോ രണ്ടോ പൊരി അത് കഴിക്കും. ഈ കാരയ്ക്ക് മെയിനായിട്ട് ഇവർ ഇതാ കഴിക്കുക. ഇത് കഴിച്ച് അവർ മഗ്‌രിബ് നിസ്കാരവും ഒക്കെ അവർ പള്ളിയിലൊക്കെ പോകുമല്ലോ, പെണ്ണുങ്ങളും പോവും നിസ്കാരത്തിനൊക്കെ പുറത്ത് പോയിട്ടാണ് ചെയ്യുക. ഈ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരെന്തെങ്കിലും ചെറിയൊരു ഒരു കുബൂസ് കാര്യങ്ങൾ ചേൻ്റെ ഒരു ചെറിയ കറിയൊക്കെ ആയിട്ട് കഴിക്കുക. ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്. പിന്നെ നമുക്ക് പണിയെന്ന് വെച്ചാൽ എപ്പോഴാണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊലിച്ചത്തേക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇവർ ചോറാ വെക്കുക. അതൊരു 2:30 മണി 2:45 ആകുമ്പോഴേക്ക് ഗ്യാസുമ്മലേക്ക് ആവും. അത് ഒരു 3 നമ്മൾ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ആ ഒരു ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മളെന്ത് ചെയ്യണം, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കണം. കാരണം ഈ ഫുഡാക്കിയതിന് ശേഷം ഇത് ഭക്ഷണം കഴിച്ച് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ വെടിപ്പാക്കിയതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക, സുബഹി നിസ്കരിച്ച് കിടക്കാൻ പോകാൻ പറ്റുക. അതുവരെ നമുക്ക് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കിടന്നാൽ പിന്നെ നമുക്ക് രാവിലെ അങ്ങനെ നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2:30 3 മണി, അതായത് അസർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമുക്ക് എണീക്കാം. കാരണം അവിടെ നല്ല പണിയുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അതൊന്നും പറ്റില്ല കേട്ടോ. ചിലപ്പോൾ 1 മണി 12:30 ആകുമ്പോഴേക്കും എണീക്കണം. കാരണം ഫുള്ള് പണി, വീട് ക്ലീനിങ്ങും എല്ലാം ഉണ്ടാവുമല്ലോ. പക്ഷേ എന്തായാലും ഞാൻ നിന്ന വീട്ടിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ നമുക്ക് മെയിനായിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് എന്തില്ല, ഉറങ്ങാതെ ഇങ്ങനെ ഈ സുബഹി ബാങ്ക് കൊടുക്കുന്നവരെ നമ്മൾ ഇരുന്ന് ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മളൊരു പരുവാവും. കാരണം ഫസ്റ്റ് ഒരാഴ്ച നമുക്ക് അതുമായിട്ടൊന്ന് മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇനിയിപ്പോൾ പണിയെടുക്കുന്നതാണെങ്കിൽ ഒരു 10 മണി 11 മണി കഴിയുമ്പോൾ നമ്മൾ പോയി കിടന്നുറങ്ങല്ലോ. പക്ഷേ നോമ്പിന് ഇങ്ങനെ ഒരു ഇതായത് കൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം അങ്ങനെയായിരുന്നു അവിടുത്തെ റമളാന് കാര്യങ്ങളൊക്കെ. പിന്നെ പെരുന്നാളായാൽ പിന്നെ നമുക്ക് നാട്ടിലേക്ക് വിളിക്കാനുള്ള എക്സ്ട്രാ ഒരു പൈസയും കാര്യങ്ങളൊക്കെ കാർഡൊക്കെ വാങ്ങിക്കൊണ്ട് തരും. പിന്നെ പെരുന്നാൾ പണം അതൊക്കെ അവർ തരും കേട്ടോ. പിന്നെ പെരുന്നാളിലേക്ക് 2 കൂട്ടം മാക്സി കാര്യങ്ങൾ, എല്ലാ ഡ്രസ്സ് കാര്യങ്ങൾ, തട്ടോ ഷോളൊക്കെ പെരുന്നാളിലേക്ക് അതും ഉണ്ടാവും, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. നമ്മൾ നാട്ടിലാണെങ്കിൽ ഒന്നാക്കി എടുക്കുക, പക്ഷെ അവർ 2 അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ആയിരിക്കും എടുത്ത് വരിക. ചിലപ്പോൾ നമുക്ക് ഇട്ടാൽ ചിലപ്പോൾ ഒന്നും കൂടിയും എന്താ പറയുക, അതിലൊരാൾക്കും കൂടിയൊക്കെ കയറാൻ പറ്റും. കാരണം അങ്ങനെ ഒരിക്കളവ് സീസണൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് റമളാനിലെ കാര്യങ്ങൾ. പിന്നെ പെരുന്നാളിന് വലിയനാളിന് ആടിനൊക്കെ ഇറക്കുന്ന സംഭവമാണെങ്കിൽ ഭയങ്കര കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോൾ ഏതായാലും പറയുന്നില്ല. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് അങ്ങനെ കൂടുമ്പോൾ ആൾക്കാർ സ്കിപ്പ് ചെയ്തായിരിക്കും കണ്ടുപോവുക. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു നോമ്പായപ്പോൾ എനിക്ക് അവിടുത്തെ നമ്മളെ വിശേഷങ്ങളൊന്ന് എല്ലാവരെയും അറിയിക്കണം തോന്നി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിന് ബാഡ് കമൻറ്റും കാര്യങ്ങളൊന്നും ആയിട്ട് വരണ്ട. കാരണം ഞാൻ റമളാൻ്റെ ഒരു ഇത് തുടങ്ങിയപ്പോൾ നമ്മളവിടെ നിന്ന ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കൂടെ അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറേ ടൈമായി ഈ ഒരു സാധനം കയ്യിൽ പിടിച്ച് 2 പൊട്ട് പൊട്ടിച്ച്. കാരണം തിന്നാൻ പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. നല്ല എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ്. ഇപ്പോൾ തിന്നാലേ എനിക്ക് കിട്ടുള്ളൂ. രാവിലെ ആകുമ്പോൾ ഇവിടുത്തെ ജവാന്മാരൊക്കെ എണീച്ച് കഴിഞ്ഞാൽ വല്ല തീരുന്ന വരെ ആ കുപ്പീൻ്റെ അടുത്തുനിന്ന് പോവില്ല. ഞാൻ കിടക്കുന്നതിന് മുന്നേ 2 കഴിക്കും. 2 എന്ന് പറയുന്നു, 2 കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബാഡ് കമൻ്റ് ഒന്നായിട്ട് ആരും വരരുത് ദയവ് ചെയ്തിട്ട്. നല്ല നല്ല അഭിപ്രായങ്ങളും കമൻറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.